ഹായ്, നമസ്കാരം. ഇത് ടാറ്റ ഇൻട്ര V30 AC മോഡൽ പിക്കപ്പാണ്. ഞാനിന്ന് വർക്ക്ഷോപ്പിൽ പുതിയ വണ്ടി എടുക്കുന്നതിന് സംസാരിക്കാൻ പോയപ്പോൾ കണ്ട വണ്ടിയാണ്. ഇവിടെ ചേസായിട്ട് വന്നിരിക്കുന്ന വണ്ടിയാണ്. ഇപ്പോൾ ചേസ് ബോഡി അടിക്കാനായിട്ട് വന്ന് ഇരിക്കുന്ന വണ്ടിയാണ്. അതിൻ്റെ ചേസാണ് ഈ കാണുന്നത്. V30 ഇൻട്ര പിക്കപ്പ് ടിപ്പർ മോഡലാക്കാൻ സർട്ടിഫൈഡ് ആയിട്ടുള്ള വണ്ടിയാണിത്. 185 614 ടയറൊക്കെ വരുന്ന നമ്മളെ ഇൻട്രയിൽ പെട്ട വണ്ടിയാണ്. വണ്ടിയുടെ ചേസൊക്കെ നല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള ചേസാണ്. ഇതിന് മുന്നേ വന്നിരുന്ന വണ്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേസ് ഒരു പ്രത്യേക ഷേപ്പിലായിരുന്നു. 1496 cc വരുന്ന 80 ഹോഴ്സ് പവർ വരുന്ന എഞ്ചിനാണിപ്പോൾ ഇതിനുള്ളത്. AC ക്യാബിനാണ്, ബാറ്ററി ഉണ്ട്, അതേപോലെ മറ്റു സാധനങ്ങളെല്ലാം നല്ല രീതിയിൽ കാണുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ക്യാബിൻ AC ക്യാബിനാണ്. AC ക്യാബിനിൽ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുള്ളൊരു ക്യാബിനാണ്. ഇതിന് മുന്നുള്ള സൂപ്പർവൈസ് പോലുള്ള വണ്ടികളൊക്കെ നമുക്ക് വാക്ക് ത്രൂ ക്യാബിനായിരുന്നില്ല, ഇപ്പോൾ വാക്ക് ത്രൂ ക്യാബിനാണ്. ഗിയർ ഇതിൽ മൗണ്ട് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും അതിനൊന്നും കുഴപ്പമില്ല. 2-3 പേർക്ക് വരെ ഇരിക്കാം. സെൻറ്ററിൽ ഒരാൾക്ക് വേണമെങ്കിൽ അത്യാവശ്യമൊക്കെ വരികയാണെങ്കിൽ ഇരിക്കാവുന്ന ഒരു സെറ്റപ്പിലാണ്. ഇത് അവിടെ വേറൊരു വണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ആ ചേസിൽ ബോഡി അടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കാണുന്ന വർക്കാണിത്. C ചാനൽ വെച്ചിട്ട് ടിപ്പർ ബോഡി അടിക്കുന്നതിനുള്ള പ്ലാറ്റ്ഫോമാണ് ഈ അടിക്കുന്നത്. അടിയിൽ 5 ടണ്ണിൻ്റെ ജാക്ക് വെച്ച് അടുത്ത വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വർക്കുകളാണ് ഈ നടക്കുന്നത്. ഇത് വേറൊരു വണ്ടിയാണ്, നേരത്തെ കണ്ട വണ്ടിയല്ല. ഇത് AC ഇല്ലാത്ത മോഡലാണ്. നല്ല രീതിയിലുള്ള വർക്കാണ് ഇവിടെ നടക്കുന്നത്. നല്ല വൃത്തിയിലും നല്ല ഫിനിഷിങ്ങിലൊക്കെ ആയിട്ടും അതേപോലെ നല്ല ബലത്തോടുകൂടി തന്നെ നല്ല അടിപൊളി പാറ്റേണിലൊക്കെയാണ് ചെയ്യുന്നത്. നമ്മൾ എന്ത് രീതിയിൽ വർക്ക് ചെയ്യാൻ അവരോട് പറഞ്ഞാലും ആ രീതിയിൽ അവർ ചെയ്തു തരാം എന്നാണ് അവർ പറയുന്നത്. നമുക്ക് എന്താണോ ആവശ്യം ആ ആവശ്യം അവരോട് പറഞ്ഞാൽ അത് മനസ്സിലാക്കുകയും അതേപോലെ ചെയ്തു തരാനും തയ്യാറായിട്ടുള്ള മുതലാളിയും അതേപോലെ പണിക്കാരും. ഇതവിടെ ബോഡി അടിച്ച് കിടക്കുന്ന വണ്ടിയാണ്. ടിപ്പർ ബോഡിയാണ് അടിച്ചിരിക്കുന്നത്. 5 mm തിക്നെസ്സിലുള്ള ഷീറ്റാണ് അടിയിൽ അടിച്ചിരിക്കുന്നത്. 4 mm ഷീറ്റാണ് സൈഡ് അടിച്ചിരിക്കുന്നത്. അതേപോലെ സൈഡിൽ ഗ്രില്ല് വെച്ചിട്ടുണ്ട്. അതേപോലെ ലൈറ്റ് LED അതിന് ചെറിയൊരു ഗാർഡ് വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ടിപ്പർ ബോഡി തന്നെയാണ്. 2 ടൈപ്പ് തുറക്കാവുന്ന ടൈപ്പാണ്. ബാക്ക് 3 സൈഡും തുറക്കാം, എന്നാലും സെൻറ്ററിൽ സ്റ്റേ ആയിട്ടുള്ള ഇതുണ്ട്, സപ്പോർട്ടുണ്ട്. ഇത് പെയിൻറ്റിങ്ങൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരുന്ന ക്ലീനിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്, പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ പൊടിയൊക്കെ ആയതിൻ്റെ പേരിൽ അവർ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് AC ഇല്ലാത്ത മോഡൽ തന്നെയാണ്. കേരിയർ ചെയ്തിട്ടുണ്ട്. കേരിയർ ഫിക്സഡ് ആയിട്ടല്ല, ഒരു സ്ക്രൂ ടൈപ്പ് ചെയ്തേക്കണേ. നമ്മളവിടെ ഒരു വണ്ടി പണിയാൻ കൊടുക്കാനുള്ള പരിപാടിയിലാണ് നിൽക്കുന്നത്. അതിന് വേണ്ടി പണിത വണ്ടികൾ കാണാനും അഡ്വാൻസ് ചെയ്യാനും വേണ്ടി പോയതാണ്. നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് അവിടെ എല്ലാ വലിയ വണ്ടികളും, ടോറസ് മുതൽ ചെറിയ ഇൻട്ര തുടങ്ങി എല്ലാ വണ്ടികളുടെയും പണി അവർ ചെയ്യുന്നുണ്ട്. സാധാരണ മിക്കയിടത്തും നമ്മൾ കണ്ടേക്കണത്, ഞാൻ 3-4 വണ്ടി കണ്ടതിൽ ഈ ചേസുമ്മൽക്ക് C ചാനൽ വെച്ച് നെറ്റ് ബോൾട്ട് ചെയ്യൽ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവിടെ ആണെങ്കിൽ U ക്ലാമ്പ് വെച്ച് നല്ല രീതിയിൽ ബലപ്പെടുത്തിയിട്ടുണ്ട്. അവർ നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ബോഡി പൊക്കിയിരിക്കുന്ന ഭാഗമാണ്, ടിപ്പ് പൊക്കി ഹൈറ്റിൽ നിർത്തിയിരിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ചെറിയ അവിടെ ഇവിടെയൊക്കെ പെയിൻറ്റിങ് ടച്ച് ആവാത്ത സ്ഥലങ്ങളിൽ അവർ ടച്ച് ചെയ്യിക്കുകയും നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. 5 ടണ്ണിൻ്റെ ജാക്ക്, അതേപോലെ ജാക്കിന് വേണ്ട പവറിൻ്റെ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഉള്ളിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല വൃത്തിയിലാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ 1-2 വണ്ടി കണ്ടതൊക്കെ സൈഡിലാണ് ഇരിക്കുന്നത്. അതൊരു വൃത്തിയില്ലായ്മയും അല്ലെങ്കിൽ പുറമേ നിന്ന് കാണുമ്പോൾ